കഴിഞ്ഞ മാസം നമ്മുടെ ടി ടെമ്പിൾ കൊല്ലത്ത് നിന്നും നമ്മുടെ കുലദേവത അമ്പലമായ അമ്പലമേട്, അതായത് എറണാകുളത്തിൻ്റെ അടുത്താണ് കേട്ടോ, അമ്പലമേട്ടിലേക്ക് അവിടുത്തെ ഉത്സവം പ്രമാണിച്ച് നമ്മുടെ അമ്പലത്തിൽ നിന്നും ഒരു യാത്ര പോയായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്കാണ് ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയത്. യാത്രയുടെ ഇടയ്ക്ക് ഞങ്ങൾ ആലപ്പുഴയൊക്കെ എത്താറായപ്പോഴത്തേക്കും വണ്ടി ഒന്ന് നിർത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ഇഡ്ഡലിയും സാമ്പാറും വടയും ചായയും ഒക്കെ കുടിച്ചതിന് ശേഷമാണ് ബാക്കി നമ്മുടെ യാത്ര തുടങ്ങിയത്. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ് മുറി ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങളെല്ലാം ഫ്രഷായതിന് ശേഷമാണ് ഞങ്ങൾ നമ്മുടെ അമ്പലമൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയത്. അതൊരു വലിയൊരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിൽ നമ്മുടെ പല പല അമ്പലങ്ങൾ, അതായത് പല പല ദൈവത്തിൻ്റെ പ്രതിഷ്ഠകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ടീമായിട്ട് പിരിഞ്ഞ് അവരവരുടെ കുലദേവത അമ്പലം കാണാനും പൂജകളും വഴിപാടും ഒക്കെ ചെയ്യാനുമായിട്ട് പിരിഞ്ഞു. അങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് പല പല സ്റ്റോളുകൾ അവിടെ ഉണ്ടായിരുന്നേ. ചിലയിടത്ത് ജ്യൂസ് ഉണ്ടായിരുന്നു, ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു, സ്നാക്സ് സ്റ്റോർ ഉണ്ടായിരുന്നു. അങ്ങനെ ബുക്ക് സ്റ്റോളാണിത്. ബുക്ക് സ്റ്റോളിൽ നമ്മുടെ പല ആൾക്കാർ എഴുതിയ ദൈവത്തിൻ്റെ ബുക്കുകളും കഥാബുക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്നാക്സ് സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ കൊങ്കണി ട്രഡീഷണൽ ഫുഡായ റൊട്ടി, ചക്കൂലി, അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസൊക്കെ കുറേ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ ബാക്കിയുള്ള അമ്പലത്തിലൊക്കെ സന്ദർശിക്കാനായിട്ട് പോയി. നമ്മളിപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പൂന്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പൂക്കൾ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു, പല പല ടൈപ്പ്. അവിടെ കുറേ അമ്പലങ്ങളുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവിടെ അത്ര അധികം പൂക്കളുണ്ടായിരുന്നു അവിടെ ചുറ്റും. അങ്ങനെ അതൊക്കെ കണ്ടു നടന്ന് ഓരോ അമ്പലങ്ങളിലും പോയി ദർശനമൊക്കെ നടത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു ദിവസമായിരുന്നേ. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതലും അമ്മമാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഒരു മോളായിട്ട് ഒരു ഡേ ഫുൾ എനിക്ക് അവിടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ റിട്ടേൺ വന്നത്. ഇത് നടന്നു പോകുന്ന നേരത്ത് കണ്ട വേറൊരു സ്റ്റോളാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാലയും കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ അവരെ കളിക്കാനായിട്ടുള്ള ഊഞ്ഞാലും സീസോയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ എൻ്റെ കൂടെ വന്ന് കുറച്ച് പേര് ഇരിപ്പുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ടീമിലെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന അമ്പലത്തിൽ ഞാനും പോയി. അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഭജനയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അവിടെ ഞാൻ പോയി. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് നല്ല സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. തീയലും പരിപ്പും പപ്പടവും അച്ചാറും എല്ലാം കൂട്ടി നല്ലൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു.